Phylum Epicomplexa or Sporozoa. Phylum Epicomplexa എന്ന് പറയുന്നത് they are a group of heterogeneous spore forming obligatory endoparasitic protists. Heterogeneous group means they exhibit diversity in their characters and they have the capacity to form spore and they are obligatory endoparasitic forms. Obligatory endoparasite means ആ ഒരു പാരസൈറ്റിന് ഒരു ഹോസ്റ്റ് ഇല്ലാതെ അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ എൻഡോപാരസൈറ്റ് മീൻസ് ആ ഒരു ഹോസ്റ്റിൻ്റെ ബോഡിയുടെ അകത്തായിരിക്കും ഈ ഒരു പാരസൈറ്റ് ലീവ് ചെയ്യുന്നത്. സോ ഹോസ്റ്റ് ഇല്ലാതെ ആ ഒരു പെർട്ടിക്കുലർ പാരസൈറ്റിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവില്ല. അതിൻ്റെ ലൈഫ് സൈക്കിൾ എവിടെയെങ്കിലും ഒന്നോ അതിൽ കൂടുതൽ ഹോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുണ്ടാവും. അവരെയാണ് ഒബ്ലിഗേറ്ററി പാരസൈറ്റ് എന്ന് പറയുന്നത്. സോ എപ്പികോംപ്ലക്സയിൽ വരുന്നവർ ഒബ്ലിഗേറ്ററി എൻഡോപാരസിറ്റിക് ഫോംസ് ആയിരിക്കും ആൻഡ് ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ യുണീക്ക് ഓർഗനൽ കോൾഡ് എപ്പിക്കൽ കോംപ്ലക്സ്. അവർക്കൊരു എപ്പിക്കൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഓർഗനൽ ഉണ്ടാവും. ആൻഡ് ദിസ് ഈസ് ദ എപ്പിക്കൽ കോംപ്ലക്സ്. Then about the salient features of the phylum, their body is covered by a semi-rigid pellicle. Pellicleന് outer plasma membrane ഉണ്ട്, then 2 alveolar membranes ഉണ്ട്. Then അഡൾട്ടിന് ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ആബ്സെൻ്റ് ആയിരിക്കും. പക്ഷെ അഡൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമേറ്റ്സിന് ഫ്ലജെല്ല ഉണ്ടാവും ഫോർ ലോക്കോമോഷൻ ആൻഡ് ഇമ്മച്ചുവർ ഫോംസ് മേ ഹാവ് സ്യൂഡോപോഡിയ. ദെൻ ഇവർക്ക് ഒരു എപ്പിക്കൽ ഓർഗനൽ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എപ്പിക്കൽ കോംപ്ലക്സ്. ഇവരൊരു ഒബ്ലിഗേറ്ററി എൻഡോപാരസൈറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അതായത് ഹോസ്റ്റിൽ ഇൻഫെക്റ്റ് ചെയ്തിട്ടാണ് ഇവർ ജീവിക്കുന്നത്. സോ ആ ഒരു ഹോസ്റ്റിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് ഇൻഫെക്റ്റീവ് സ്റ്റേജിലുള്ള, അതായത് ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് മോട്ടൈൽ സ്റ്റേജ് ആയിരിക്കും. അവർക്ക് മൂവ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ള സ്റ്റേജ് ആയിരിക്കും ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേജിൽ അഡ്ഹസ് ചെയ്യാനും അതായത് ഹോസ്റ്റിൻ്റെ ബോഡി പെനട്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു എപ്പിക്കൽ ഓർഗനലാണ് ഈ എപ്പിക്കൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഒരു എപ്പിക്കൽ കോംപ്ലക്സ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഫൈലത്തിന് എപ്പികോംപ്ലക്സ് എന്നുള്ള പേര് വന്നത്. ഈ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോൺ ലൈക്ക് സ്ട്രക്ചർ. ഒരു കോൺ ലൈക്ക് സ്ട്രക്ചറാണ്. ഇവിടെയുള്ള ഈ പോർഷൻ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണിത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 or 2 പോളാർ റിങ്സ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ്. മൈക്രോട്യൂബ്യൂൾസിൻ്റെ 1 or 2 പോളാർ റിങ്സ് കാണും. ദെൻ കുറേ ഫ്ലാസ്ക് ലൈക്ക് ഗ്ലാൻഡുലാർ സ്ട്രക്ചേഴ്സ് കാണും. ഈ ഫ്ലാസ്ക് ലൈക്ക് ഗ്ലാൻഡുലാർ സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് റോപ്ട്രൈസ്. ദെൻ ഒരുപാട് ട്യൂബുലാർ മൈക്രോനീംസ് കാണാം. അവർ ഗോൾജി ബോഡീസിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള മൈക്രോനീംസ് ആണ്. സോ ഈ ഒരു എപ്പിക്കൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഹോസ്റ്റിൻ്റെ ബോഡിയിലേക്ക് അഡ്ഹസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ബോഡി പെനട്രേറ്റ് ചെയ്ത് അവരുടെ ബോഡിയുടെ അകത്തേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനലാണ്. സോ ദിസ് ഓർഗനൽ സെക്രീറ്റ്സ് എൻസൈംസ് which dissolve the host cell for adhesion or penetration. Then other salient features, cytoplasm എന്ന് പറയുന്നത് എക്ടോപ്ലാസം ആയിട്ടും എൻഡോപ്ലാസം ആയിട്ടും കമ്പൽസറി മാർക്ക്ഡ് ഔട്ട് ചെയ്യണമെന്നില്ല. They may or may not be marked out into ectoplasm or endoplasm. ഇവരുടെ യങ് ഫോംസ് ആണ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ളത്. മൾട്ടിപ്പിൾ ഫിഷൻ നടക്കുമ്പോഴോ അതല്ലെങ്കിൽ അതിന് മുന്നോ ആയിട്ടാണ് ഇവർ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ട് മാറുന്നത്. ദെൻ ന്യൂട്രീഷൻ ഈസ് പാരസൈറ്റിക്. ഇവർ പാരസൈറ്റിക് ഫോംസ് ആണ്. സോ ഹോസ്റ്റിൻ്റെ ബോഡിയിൽ നിന്നാണ് ഇവർ ന്യൂട്രീഷൻ എടുക്കുന്നത്. അഡൾട്ടിൻ്റെ മൾട്ടിപ്പിൾ ഫിഷൻ വഴിയായിട്ടാണ് ഇവർ എൻസിസ്റ്റഡ് സ്പോർ ഫോം ചെയ്യുന്നത്. പക്ഷെ ബ്ലഡ് ഇൻഹാബിറ്റിംഗ് ആയിട്ടുള്ള ഫോംസിൽ ഇവരിങ്ങനെയല്ല സ്പോർ ഫോം ചെയ്യുന്നത്. ദെൻ ഇവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്. ഒന്നോ അതിലധികമോ ഹോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുണ്ടാകും. ദെൻ അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ദെൻ ഓൾട്ടറേഷൻ ബിറ്റ്വീൻ ഡിപ്ലോയിഡ് ആൻഡ് ഹാപ്ലോയിഡ് ജനറേഷൻസ്. Then coming to the examples, more than 500 species of sporozoans identify ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് പ്ലാസ്മോഡിയം ആണ്, ഹ്യൂമൻ മലേറിയൽ പാരസൈറ്റ്. ആൻഡ് ദിസ് വൺ ഈസ് ഗ്രിഗറിന, പാരസൈറ്റ് ഇൻ ഗ്രാസ് ഹോപ്പേഴ്സ്, ക്രിക്കറ്റ്സ്, കോക്രോച്ചസ്, സെൻറ്റിപ്പിഡ്സ് എക്സെട്ര. ദെൻ മോണോസിസ്റ്റസ്, ഇറ്റ് ഈസ് എ പാരസൈറ്റ് ഇൻ earthworms. Then sarcocystis, parasite in the muscles of mammals. Then Eimeria, parasite in the gut epithelium of centipedes. Then Myxidium, parasite in the gallbladder and urinary bladder of fishes. Then Cleistophora, a spore-forming protist which are the parasite in fishes. Phylum Epicomplexa വരുന്ന എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം.
Plasmodium is popularly called the malarial parasite. Malaria cause ചെയ്യുന്ന causative agent ആണ് Plasmodium. 70 സ്പീഷീസിലധികം malarial parasite ഉണ്ട് which are known to infect man, monkeys, rodents, reptiles and birds. ഹ്യൂമൻസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന 4 സ്പീഷീസ് ഓഫ് malarial plasmodium ആണുള്ളത് and they are Plasmodium vivax, Plasmodium malariae, Plasmodium falciparum and Plasmodium ovale. And of this, Plasmodium vivax causes benign tertian malaria അല്ലെങ്കിൽ vivax malaria with a low death rate, and Plasmodium falciparum causes the malignant tertian malaria, tropical or falciparum or pernicious malaria with a high death rate. Then Plasmodium malariae causes quartan malaria with a low death rate, and Plasmodium ovale causes mild tertian malaria or ovale malaria. ഈ 4 സ്പീഷീസിൻ്റെ മോർഫോളജിയും ദെൻ അവരുടെ ഇൻക്യുബേഷൻ പീരീഡിൻ്റെ ഡ്യൂറേഷൻ, ഇമ്മ്യൂണോളജിക്കൽ ആൻഡ് എപ്പിഡമോളജിക്കൽ ക്യാരക്ടേഴ്സ് എല്ലാവരും ഡിഫറെൻ്റ് ആണ്. വൈവാക്സ് ആൻഡ് ഓവൽ മലേറിയൻ്റെയും ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 12 to 15 ഡേയ്സ് ആണ്. ആൻഡ് ഫാൾസിപ്പാറം മലേറിയയുടെ 12 ഡേയ്സ്, ദെൻ ക്വാർട്ടൻ മലേറിയയുടെ 25 to 30 ഡേയ്സ് ആണ് ഇൻക്യുബേഷൻ പീരീഡ്. മങ്കീസിൽ ഇൻഹാബിറ്റ് ചെയ്യുന്ന മലേറിയൽ പാരസൈറ്റ്സിനോടും ഹ്യൂമൻ ബീയിങ് സസെപ്റ്റബിൾ ആണ്. ദെൻ അബൌട്ട് പ്ലാസ്മോഡിയം വൈവാക്സ്, ബെനൈൻ ടേർഷ്യൻ ടൈപ്പ് ഹ്യൂമൻ മലേറിയ കോസ് ചെയ്യുന്ന മലേറിയൽ പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം വൈവാക്സ്. ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് കൺട്രീസിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മലേറിയൽ പാരസൈറ്റ് ആണ്. ഇവർക്ക് 2 ഹോസ്റ്റ് ആണുള്ളത്, മാൻ ആൻഡ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. മാനിൽ ഇവർ ലീവ് ചെയ്യുന്നത് എൻഡോ പാരസൈറ്റ് ആയിട്ടാണ്, ഇൻട്രാ സെല്ലുലാർ എൻഡോ പാരസൈറ്റ്. അതായത് RBCയുടെ അകത്തും അതേപോലെ തന്നെ പാരൻകൈമാറ്റസ് ലിവർ സെൽസിൻ്റെ അകത്തും ഇൻട്രാ സെല്ലുലാർ എൻഡോ പാരസൈറ്റ് ആയിട്ടാണ് പ്ലാസ്മോഡിയം വൈവാക്സ് ലീവ് ചെയ്യുന്നത്. But in mosquito, it lives as extracellular endoparasite in the gut cavity, salivary apparatus and the hemocoel of various parts. So human beings endoparasite ആയിട്ട് എറിത്രോസൈറ്റിൻ്റെയും പാരൻകൈമാറ്റസ് ലിവർ സെല്ലിൻ്റെയും അകത്താണ് പ്ലാസ്മോഡിയം വൈവാക്സ് കാണുന്നത്. ആൻഡ് മോസ്കിറ്റോയിൽ എക്സ്ട്രാ സെല്ലുലാർ എൻഡോപാരസൈറ്റ് ആണ് സീൻ ഇൻ ഗട്ട് കാവിറ്റി, സലൈവറി അപ്പാരറ്റസ് ആൻഡ് ദ ഹീമോസീൽ ഓഫ് വേരിയസ് പാർട്സ്. പ്ലാസ്മോഡിയം വൈവാക്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷുവലി ആൻഡ് അസെക്ഷുവലി ആണ്. ഇവരുടെ അസെക്ഷൽ ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നത് മാനിലും സെക്ഷൽ ഫേസ് മോസ്കിറ്റോയിലും ആണ് ഇവർ ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ സെക്ഷൽ ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നത് മോസ്കിറ്റോയിലായതുകൊണ്ട് തന്നെ ഈ പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ പ്രൈമറി അല്ലെങ്കിൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത് മോസ്കിറ്റോ ആണ്. മാൻ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഹോസ്റ്റ് ആണ്. മാൻ എന്ന് പറയുന്നത് ഒരു പാത്തോജനിക്കലി അഫക്റ്റഡ് ഹോസ്റ്റ് ആണ്. ഇവിടെ മോസ്കിറ്റോ എന്ന് പറയുന്നത് ഒരു വെക്ടർ അല്ലെങ്കിൽ കാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു പ്ലാസ്മോഡിയം വൈവാക്സിനെ കൊണ്ടുവന്ന് ഹ്യൂമനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു കാരിയർ ആയിട്ടാണ് മോസ്കിറ്റോ ആക്ട് ചെയ്യുന്നത്. ആൻഡ് അബൌട്ട് ദ മോർഫോളജി ഓഫ് പ്ലാസ്മോഡിയം വൈവാക്സ്, ഹ്യൂമൻ ബീയിങ്സിൽ കാണുന്ന മെച്യൂർ ഫീഡിങ് ആൻഡ് ഗ്രോയിങ് ഇൻട്രാ സെല്ലുലാർ പാരസിറ്റിക് ഫോമിനെയാണ് ട്രോഫോസോയിറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഈ ട്രോഫോസോയിറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവർ അമീബോയ്ഡ് ഷേപ്പാണ് ആൻഡ് ദേ ആർ യൂണിന്യൂക്ലിയേറ്റ് ഫോം എൻവലപ്ഡ് ബൈ എ ഡബിൾ ലെയേർഡ് പ്ലാസ്മ ലെമ്മ. ഇവർക്ക് ചുറ്റും 2 ലെയേഴ്സ് ഓഫ് പ്ലാസ്മ ലെമ്മയുണ്ട്. ഇവരുടെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഗ്രാനുലാർ ആൻഡ് വാക്യുലേറ്റഡ് ആണ്. ഒരുപാട് ഗ്രാന്യൂൾസ് കാണുന്നുണ്ട്, അതേപോലെ വാക്യൂൾസും കാണുന്നുണ്ട്. ദെൻ സൈറ്റോപ്ലാസം കണ്ടെയ്ൻസ് വെസിക്കുലർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ഗോൾജി ബോഡീസ്, ഫ്രീ ആൻഡ് അറ്റാച്ച്ഡ് റൈബോസോംസ്, ഫുഡ് വാക്യൂൾസ് ആൻഡ് മൈറ്റോകോൺട്രിയ. ദെൻ സൈറ്റോപ്ലാസത്തിൽ വാക്യൂൾസും അതേപോലെ തന്നെ പിനോസോംസും പ്രസൻറ്റ് ആണ്. ദെൻ സൈറ്റോപ്ലാസത്തിലുള്ള ഫുഡ് വാക്യൂളിൽ ഒരു ഡാർക്ക് റെസിഡ്യുവൽ പിഗ്മെൻറ്റ് കാണുന്നുണ്ട്. ആ പിഗ്മെൻറ്റിൻ്റെ പേരാണ് ഹീമോസോയിൻ. ഇവർ RBCൻ്റെ അകത്താണ് ഇൻഹാബിറ്റ് ചെയ്യുന്നത്. സോ ഇവർ ഹീമോഗ്ലോബിനെ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡാർക്ക് റെസിഡ്യുവൽ പിഗ്മെൻ്റ് ആണ് ഈ ഹീമോസോയിൻ. ദെൻ പ്ലാസ്മ ലെമ്മയോട് അറ്റാച്ച് ചെയ്തിട്ട് ദർ ഇസ് എ ഡബിൾ ലെയേർഡ് കോൺസെൻട്രിക് ബോഡി. ഇവർക്ക് മൈറ്റോകോൺട്രിയൽ ഫംഗ്ഷൻ ആണുള്ളത്. പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ ലൈഫ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അവർ അസെക്ഷൽ ആൻഡ് സെക്ഷൽ ഫേസസ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ബിറ്റ്വീൻ ദ വെർട്ടിബ്രേറ്റ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ് ഹോസ്റ്റ്. അസെക്ഷൽ ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ഇൻ മാൻ. ഇറ്റ് ഈസ് സംടൈംസ് കോൾഡ് ഇൻട്രാ കോർപ്പോറിയൽ ഫേസ്. ദെൻ സെക്ഷൽ ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നത് മോസ്കിറ്റോയിലാണ്
and it is called an extracorporeal phase.